ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രം സദ്ഭരണ ദിനമായി ആചരിക്കുന്നു. രാഷ്ട്ര പ്രേരണാ സ്ഥൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഖ്നൌവിൽ ഉദ്ഘാടനം ചെയ്യും. തിരുപ്പിറവിയുടെ ഓർമ്മകളിൽ ലോകം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുപ്പിറവി ശുശ്രൂഷകൾ നടന്നു. അരാവല്ലി പർവ്വതനിരകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് പുതിയ ഖനനപ്പാട്ടങ്ങൾ നൽകുന്നത് പൂർണ്ണമായും നിരോധിക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. രാജ്യത്ത് മലേറിയ, ക്ഷയ രോഗബാധിതരുടെ എണ്ണത്തിലും മാതൃ-ശിശുമരണ നിരക്കിലും ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ. കേരളത്തിൽ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. ഇന്ത്യൻ ഹോക്കി ടീം വൈസ് ക്യാപ്റ്റൻ ഹർദിക് സിംഗിന് രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് ശുപാർശ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രം സദ്ഭരണ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഖ്നൌ സന്ദർശിക്കും. ഉച്ചയ്ക്ക് 2:30 രാഷ്ട്രപ്രേരണാ സ്ഥൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയിലെ മഹത് പ്രതിഭകളുടെ പാരമ്പര്യത്തെ ആദരിക്കുകയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപ്രേരണാ സ്ഥൽ വികസിപ്പിച്ചത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച രാഷ്ട്രതന്ത്രജ്ഞരിൽ ഒരാളും രാജ്യത്തിന്റെ ജനാധിപത്യ രാഷ്ട്രീയ വികസന യാത്രയിൽ സ്വാധീനം ചെലുത്തിയ നേതാവുമായ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്കുള്ള ആദരവാണ് ഈ സമുച്ചയം. 65 ഏക്കർ വിസ്തൃതിയിൽ 230 കോടി രൂപ ചെലവിലാണ് രാഷ്ട്രപ്രേരണാ സ്ഥൽ നിർമ്മിച്ചിരിക്കുന്നത്. ശ്യാമപ്രസാദ് മുഖർജി, ദീൻദയാൽ ഉപാധ്യായ, അടൽ ബിഹാരി വാജ്പേയി എന്നിവരുടെ വെങ്കല പ്രതിമകൾ സമുച്ചയത്തിന്റെ പ്രധാന ആകർഷണമാണ്. 98,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ അത്യാധുനിക മ്യൂസിയവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മെട്രോ ശൃംഖല വികസിപ്പിക്കുന്നത് ഡൽഹിയുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് ഉത്തേജനം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മെട്രോ വികസനത്തിലൂടെ ജീവിതം സുഗമമാകുമെന്നും തിരക്ക് കുറയുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചൈനയ്ക്കും യുഎസിനും പിന്നിൽ ലോകത്തെ 3ാമത്തെ വലിയ മെട്രോ ശൃംഖലയാണ് ഇന്ത്യയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. 12,015 കോടി രൂപയുടെ ഡൽഹി മെട്രോ 5A ഘട്ട വികസനത്തിന് ഇന്നലെയാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. വികസനത്തിന്റെ ഭാഗമായി 13 പുതിയ മെട്രോ സ്റ്റേഷനുകൾ നിർമ്മിക്കുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുപ്പിറവിയുടെ ഓർമ്മകളിൽ ലോകം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുപ്പിറവി ശുശ്രൂഷകൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയൂസ് ക്ലീമിസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികനായി. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി. കണ്ണൂർ ബർണശ്ശേരി ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ ബിഷപ്പ് അലക്സ് വടക്കുംതലയുടെയും തലശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലും താമരശ്ശേരി മേരി മാതാ കത്തീഡ്രലിൽ രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയലും കാർമ്മികത്വം വഹിച്ചു. സമൂഹത്തിൽ സമാധാനം, ഐക്യം, സമത്വം, സേവനം എന്നിവയുടെ മൂല്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ പവിത്രമായ സന്ദർഭം നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ക്രിസ്മസ് കാലം വിവിധ സമൂഹങ്ങൾക്കിടയിൽ ഐക്യം വളർത്തുന്നതിനും സഹായകരമാകട്ടെ എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആശംസിച്ചു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ക്രിസ്മസ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ലിയോ 14 മാർപ്പാപ്പ. ഉണ്ണിയേശുവിന്റെ ജനനം ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും പ്രതീകമാണെന്നും സഭ ഒന്നാകെ ഇത് ഉൾക്കൊള്ളണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. സഹായം തേടുന്നവനെ അവഗണിക്കുന്നത് ദൈവത്തെ അവഗണിക്കുന്നതിന് തുല്യമാണെന്നും വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. I admire and respect and thank you for your courage and your wanting to be here this evening. Tanti auguri a tutti voi. Seguite la celebrazione negli schermi. Dio vi protegga e benedica tutte le vostre famiglie. Nel nome del Padre e del Figlio e dello Spirito Santo. Amen. ഇന്ന് സംഘടിപ്പിക്കുന്ന സദ്ഭരണ ദിനാചരണത്തിൽ ജീവനക്കാർ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ലോക് ഭവൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ അനാവശ്യമായ വിവാദം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാണെന്ന് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.
ലഹരിമരുന്ന് വ്യാപാരം, മനുഷ്യക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ, സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാനങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യം ഇപ്പോൾ സുരക്ഷിതമായ കരങ്ങളിലാണെന്ന് ഹരിയാനയിലെ പഞ്ച്കുലയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. കാർഷിക ബജറ്റ് സമീപ വർഷങ്ങളിൽ 1,27,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ മറ്റന്നാൾ വരെ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് മലേറിയ കേസുകളിൽ 80%-ലധികവും മരണങ്ങൾ 78% കുറഞ്ഞതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ. ന്യൂഡൽഹിയിൽ നടന്ന അഡ്വാൻസിംഗ് പബ്ലിക് ഹെൽത്ത് ഔട്ട്കംസ് ഫോറം 2025-നെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്ഷയരോഗ ബാധിതരുടെ എണ്ണത്തിൽ 21% കുറവ് കൈവരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 2014-ൽ 1 ലക്ഷം പ്രസവങ്ങൾക്ക് 130 ആയിരുന്ന മാതൃമരണനിരക്ക് 88-ആയും ശിശുമരണനിരക്ക് 27-ആയും കുറഞ്ഞു. സ്വതന്ത്ര സമര സേനാനി മദൻ മോഹൻ മാളവ്യയുടെ സമാഹരിച്ച കൃതികളുടെ അവസാന വാല്യം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. 11 വാല്യങ്ങളുടെ ആദ്യ പരമ്പര പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പുറത്തിറക്കിയിരുന്നു. അരാവല്ലി പർവ്വതനിരകളുടെ സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പെന്ന നിലയിൽ പുതിയ ഖനന പാട്ടങ്ങൾ നൽകുന്നത് പൂർണ്ണമായും നിരോധിക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഗുജറാത്ത് മുതൽ ഡൽഹി വരെ വ്യാപിച്ചു കിടക്കുന്ന അരാവല്ലിയെ സംരക്ഷിക്കുന്നതിനും അനിയന്ത്രിതമായ ഖനന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ഈ നിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നു. അരാവല്ലി മലനിരകളുടെ സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. വനവൽക്കരണ പരിപാടിയുടെ ഭാഗമായി അരാവല്ലിയിലെ 10,000 ഹെക്ടർ ഭൂമി വനപ്രദേശമാക്കി മാറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു. बल्कि गुड़गांव के क्षेत्र में कंपल्सरी अफॉरेस्टेशन में जो रेवेन्यू लैंड थी मानेसर के पास, मानेसर से नूर तक फैली हुई जो अरावली की पहाड़ियां जो एक तरीके से उपेक्षित पड़ी थी, वहां पर 10,000 हेक्टेयर को हमने कंपल्सरी फॉरेस्टेशन में पूरी तरीके से वन क्षेत्र के रूप में तब्दील किया है. और सरकार की जो एक और अच्छी योजना है जिसको हम ग्रीन क्रेडिट कहते हैं. കേരളത്തിൽ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. മേയർ, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് രാവിലെ 10:30-നും ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം 2:30-നുമാണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന് രാവിലെ 10:30-നും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 2:30-നും നടക്കും. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത തദ്ദേശ സ്ഥാപന അംഗങ്ങൾക്ക് മാത്രമേ അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനും വോട്ട് ചെയ്യാനും സാധിക്കൂ. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. കരട് പട്ടികയിൽ ഉൾപ്പെടുത്ത ASD പട്ടികയിൽ ഉള്ളവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷയും സത്യവാങ്മൂലവും നൽകണം. കേരളത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ആധികാരിക രേഖയായാണ് കാർഡ് നൽകുക. അതേസമയം കേരളത്തിൽ പുതിയ വ്യക്തിഗത രേഖ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അപകടകരമായ വിഘടനവാദ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. ഇന്ത്യൻ ഹോക്കി ടീം വൈസ് ക്യാപ്റ്റൻ ഹർദിക് സിംഗിന് രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് ശുപാർശ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഗഗൻ നാരാംഗ് ഉൾപ്പെട്ട പുരസ്കാര സമിതിയാണ് ശുപാർശ സമർപ്പിച്ചത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമാണ് അദ്ദേഹം. വനിതാ ബാഡ്മിന്റൺ ജോഡിയായ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് എന്നിവരും കായിക ബഹുമതികൾക്കുള്ള ശുപാർശകളിൽ ഉൾപ്പെടുന്നു. ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് തലസ്ഥാന നഗരിയിൽ ഊഷ്മള വരവേൽപ്പ്. ഇന്ത്യ ശ്രീലങ്ക T20 പരമ്പരയ്ക്കായി അനന്തപുരിയിലെത്തിയ ലോക ജേതാക്കൾക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. 26, 28, 30 തീയതികളിൽ കാര്യവട്ടം സ്പോർട്സ് ഹബ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രം സദ്ഭരണ ദിനമായി ആചരിക്കുന്നു. രാഷ്ട്ര പ്രേരണാ സ്ഥൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഖ്നൌവിൽ ഉദ്ഘാടനം ചെയ്യും.
തിരുപ്പിറവിയുടെ ഓർമ്മകളിൽ ലോകം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുപ്പിറവി ശുശ്രൂഷകൾ നടന്നു. അരാവല്ലി പർവ്വതനിരകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് പുതിയ ഖനനപ്പാട്ടങ്ങൾ നൽകുന്നത് പൂർണ്ണമായും നിരോധിക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. രാജ്യത്ത് മലേറിയ, ക്ഷയ രോഗബാധിതരുടെ എണ്ണത്തിലും മാതൃ-ശിശുമരണ നിരക്കിലും ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ. കേരളത്തിൽ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. ഇന്ത്യൻ ഹോക്കി ടീം വൈസ് ക്യാപ്റ്റൻ ഹർദിക് സിംഗിന് രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് ശുപാർശ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 11-ന്.